നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 പലരും ചോദിക്കാറുണ്ട്, എന്താണ് പ്രാർത്ഥന? അതിൻ്റെ അടിസ്ഥാന തത്വം എന്താണ്? ഇതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയാമെങ്കിലും വിനയമാണ് പ്രാർത്ഥനയുടെ മർമ്മം. ഏത് മതവിശ്വാസത്തിലെയും പ്രാർത്ഥന പരിശോധിച്ചാൽ ഇക്കാര്യം ബോധ്യമാകും. ഈശ്വര, അവിടുന്ന് സർവശക്തനാണ്, എല്ലാം അറിയാവുന്നവനാണ്. ഞാൻ ആരുമല്ല, ഒന്നും അറിയില്ല. അതുകൊണ്ട് എന്നെ കാത്തുരക്ഷിക്കണം. ഇത്തരത്തിലായിരിക്കുമല്ലോ എല്ലാ പ്രാർത്ഥനകളുടെയും അന്തസത്ത. നീയെല്ലാം, ഞാനൊന്നുമല്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ, ആത്മാർപ്പണത്തോടെ, പരമമായ പ്രപഞ്ചശക്തിയുടെ മുന്നിൽ വിനീതനായി തലകുമ്പിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണിത്. ഇതൊരു മനോഭാവമാണ്. ശ്രീകോവിലിനു മുൻപിലും ഈശ്വരരൂപത്തിനു മുൻപിലും താണു വീണ് നമസ്കരിക്കുമ്പോൾ ഞാനൊന്നുമല്ല എന്ന ചിന്തയും വിശ്വാസവുമാണ് ഹൃദയത്തിൽ ഉറക്കേണ്ടത്. അതുതന്നെയാണ് നിഷ്കാമ പ്രാർത്ഥന. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ മനീഷ പഞ്ചകം ആലപിക്കുന്നത് കേൾക്കാം. ബ്രഹ്മൈവാഹമിദം ജഗच्च സകലം ചിന്മാത്രവിസ്താരിതം സർവം ചൈതദവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം. ഇത്തം യസ്യ ദൃഢാമതി സുഖതരേ നിത്യേ പരേ നിർമ്മലേ ചണ്ഡാലോസ്തു സതു ദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ബ്രഹ്മൈവാഹമിദം ജഗच्च സകലം ചിന്മാത്രവിസ്താരിതം സർവം ചൈതദവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം. ഇത്തം യസ്യ ദൃഢാമതി സുഖതരേ നിത്യേ പരേ നിർമ്മലേ ചണ്ഡാലോസ്തു സതു ദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. മനീഷ പഞ്ചകത്തിൽ രണ്ടാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ ബ്രഹ്മൈവാഹമിതം എന്ന പദം നമ്മൾ ചിന്തിക്കുന്നു. ഞാൻ ആര് എന്ന അന്വേഷണത്തിന് ഒരു ശാസ്ത്ര സഹായം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആദ്യം തന്നെ ഞാൻ ആരല്ല എന്ന് വിചാരം ചെയ്യണം, സ്വയം നിരീക്ഷിച്ചിട്ട്. അങ്ങനെ ശരീരേന്ദ്രിയ മനോബുദ്ധികളാകുന്ന ഉപാധികളെ ഞാനല്ല എന്ന് ബോധിച്ചു. പിന്നെ ഞാൻ ആരാണെന്ന് ചിന്തിക്കുകയാണ്. ആ ചിന്ത
ഒരു ഉപനിഷത്തിൻ്റെയും സഹായമില്ലാതെ തന്നെ ഞാൻ സത്താണ്, ഞാൻ ചിത്താണ്, ഞാൻ ആനന്ദമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഞാനെന്നുള്ള ബോധം എപ്പോഴും ഒരു പ്രത്യക് ബോധമാണ്. ശരീരവുമായി ബന്ധപ്പെട്ട് പരിമിതമായ ബോധമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സച്ചിദാനന്ദമാണ് എന്നറിഞ്ഞാൽ പോലും എല്ലാ ബന്ധനങ്ങൾക്കുപരി എത്തില്ല. എന്തുകൊണ്ട്? ഞാനെന്ന് പറയുമ്പോൾ സ്വാഭാവികമായുള്ള പരിമിതികൾ അവിടെ ഒഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ സച്ചിദാനന്ദമാണെന്ന അറിവല്ല മോക്ഷപ്രദമായത്. ഞാൻ അപരിമിതമാണ്, സച്ചിദാനന്ദമായ ഞാൻ പരിമിതികളില്ലാത്തവനാണെന്ന അറിവാണ് മോക്ഷപ്രദമായത്. അവിടെ ദേശകാല വസ്തു പരിമിതികൾക്കുപരിയാണ് താൻ എന്ന ബോധം പ്രകാശിക്കണം. അതാണ് ബ്രഹ്മൈവാഹം എന്ന് പറയുന്നത്. ബ്രഹ്മശബ്ദത്തിന് സർവജഗത് കാരണം, സർവജഗത് ആശ്രയം, സർവജഗത് നിധനം എന്നർത്ഥം മനസ്സിലാക്കാം. ഞാനെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വ്യഷ്ടിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്നാൽ ബ്രഹ്മം ആത്യന്തികമായ സത്യമാണ്. ബ്രഹ്മസംബന്ധിയായിട്ട് നമുക്ക് യുക്തിപൂർവ്വം ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അവിടെ ശാസ്ത്രം മാത്രമാണ് ഗതി. നേരത്തെ പറഞ്ഞു, ആത്മവിഷയത്തിൽ ശാസ്ത്രം ആവശ്യമില്ല. പക്ഷേ ബ്രഹ്മവിഷയത്തിൽ ശാസ്ത്രം മാത്രമാണ് പ്രമാണം. അവിടെ പരിപൂർണ ശ്രദ്ധയോടുകൂടി വേദാന്ത ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ബ്രഹ്മമെന്നാൽ സച്ചിദാനന്ദമാണെന്നറിയുന്നത്. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ, വിജ്ഞാനമാനന്ദം ബ്രഹ്മ. ഇങ്ങനെ അനേക ശ്രുതിവാക്യങ്ങൾ ബ്രഹ്മം സത്യമാണ്, ചിത്താണ്, ആനന്ദമാണെന്ന് ബോധിപ്പിക്കും. അപ്പം യുക്തിയിലൂടെ ഞാൻ സത്ത്, ചിത്ത്, ആനന്ദം എന്ന് മനസ്സിലാക്കി. ശാസ്ത്രം ബ്രഹ്മവും സത്ത്, ചിത്ത്, ആനന്ദം എന്ന് ബോധിപ്പിക്കുന്നു. ഈ ബോധ്യം ബ്രഹ്മവും ഞാനും ഏകം തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ് ഞാൻ, ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്നുള്ള അറിവിലേക്ക് എത്തി. ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്നുള്ള വിചാരം ഞാനെന്നുള്ള ഉപാധിയെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യ സ്വരൂപം സത്ത്, ചിത്ത്, ആനന്ദമാണെന്നുള്ള ബോധമാണ്. എപ്രകാരമാണോ കണ്ണാടിയിൽ പ്രതിഫലിച്ചിരിക്കുന്ന സൂര്യൻ സൂര്യൻ തന്നെയായിരിക്കുന്നത്, കണ്ണാടിയുടെ വർണ്ണവിശേഷമനുസരിച്ച് ആകാരഭേദങ്ങൾ, വർണ്ണഭേദങ്ങൾ പ്രതിഫലിത സൂര്യനിൽ ഉണ്ടാകുമെങ്കിലും വസ്തുതത്വം സൂര്യൻ തന്നെയാണെന്നതുപോലെ സച്ചിദാനന്ദമായ ബ്രഹ്മമാണ് ജീവോപാധിയിൽ ജീവനായിട്ട് പ്രഭാസിക്കുന്നത്. ഈ യാഥാർത്ഥ്യമാണ് ബ്രഹ്മൈവാഹം. വാസ്തവത്തിൽ വേദാന്തത്തിൻ്റെ പരമതാത്പര്യബോധകമായ മഹാവാക്യത്തിൻ്റെ സാരമാണിത്. മഹാവാക്യം എന്ന് പറഞ്ഞാൽ ആത്മബ്രഹ്മൈക്യമാണല്ലോ വേദാന്തത്തിൻ്റെ വിഷയം. ഈ ആത്മബ്രഹ്മൈക്യത്തെ വിശദമായിട്ടാണ് വേദാന്ത ശാസ്ത്രങ്ങൾ നമ്മോട് ഉപദേശിക്കുന്നത്. ആ കൂട്ടത്തിൽ ആത്മബ്രഹ്മൈക്യത്തെ ഉപദേശിക്കുന്ന ഏകവാചകങ്ങളുണ്ട്. അത്തരം വാചകങ്ങൾക്കാണ് നമ്മൾ മഹാവാക്യങ്ങളെന്ന് പറയുക. പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ. ഇതാണ് 4 മഹാവാക്യങ്ങൾ. ഓരോ വേദത്തിനും ഒന്നെന്ന തോതിൽ പ്രത്യേകം പ്രത്യേകം ആചാര്യ പരമ്പര വ്യാഖ്യാനിച്ചു തന്ന 4 മഹാവാക്യങ്ങൾ. ആ മഹാവാക്യ അർത്ഥമാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മൈവാഹം, ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു. അപ്പം ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു എന്ന് പറയുന്ന സമയത്ത് വലിയൊരു പ്രശ്നം അവിടെയുണ്ട്. കാരണം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സമഷ്ടി കാരണമെന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈശ്വരൻ്റെ ലക്ഷ്യാർത്ഥമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അഹം, ഞാൻ എന്ന് പറയുമ്പോൾ വ്യഷ്ടി തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ജീവൻ്റെ ലക്ഷ്യാർത്ഥമാണ്. ഇപ്പം ജീവൻ്റെ ലക്ഷ്യാർത്ഥം ആത്മാ, ഈശ്വരൻ്റെ ലക്ഷ്യാർത്ഥം ബ്രഹ്മം. ബ്രഹ്മം എപ്പോഴും സമഷ്ടി ചേതനയാണ് എന്ന രീതിയിലാണ് ഉൾക്കൊള്ളപ്പെടുന്നത്. ആത്മാ എപ്പോഴും വ്യഷ്ടി ചേതന എന്ന രീതിയിലാണ് ഉൾക്കൊള്ളപ്പെടുന്നത്. അപ്പോൾ എങ്ങനെ രണ്ടും ഒന്നാവും? ഭിന്നമല്ലേ? ഈ ചർച്ച വരുമ്പോഴാണ്
വാച്യാർത്ഥത്തെ മാറ്റി നമ്മൾ ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കുന്നത്. മഞ്ഞ കണ്ണാടിയിൽ മഞ്ഞയായി പ്രതിഫലിക്കുന്ന സൂര്യൻ കണ്ണാടിയെ നീക്കിയാൽ വർണ്ണരഹിതനായ സൂര്യനാണ് എന്ന പോലെ ജീവോപാധിയിൽ ജീവഭാവത്തിൽ പ്രകാശിക്കുമ്പോഴും ബ്രഹ്മം സച്ചിദാനന്ദമാണ്. ഈ ഒരു തരത്തിൽ നിരൂപണം ചെയ്ത് വാച്യാർത്ഥത്തിനപ്പുറത്തേക്ക് പോയിട്ടാണ് മഹാവാക്യത്തിൻ്റെ ലക്ഷ്യാർത്ഥം മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കലിലാണ് ബ്രഹ്മൈവാഹം എന്ന് ദൃഢമായി പ്രഖ്യാപിക്കുന്നത്. അത്രമാത്രമോ അല്ല, ഇദം ജഗച്ച സകലം ചിന്മാത്ര വിസ്താരിതം, ഇദം ജഗത്ത് ച, ഈ ജഗത്തും ബ്രഹ്മം തന്നെയാണ്, ഈ ജഗത്തും ബ്രഹ്മം തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ ആദിമ ജിജ്ഞാസയ്ക്ക് മൂലമായിരിക്കുന്നത് ഈ ജഗത്ത് എന്ത്, ഇതെവിടെന്ന്, ഇതിനെ നിയന്ത്രിക്കുന്നത് ആര്, ഇപ്രകാരം സംശയിക്കുന്ന ഞാനാര് എന്നീ വിധം ജീവൻ, ജഗത്ത്, ഈശ്വരൻ, ജീവൻ എന്നീ മൂന്ന് തത്വങ്ങളാണ് മനുഷ്യൻ്റെ ജിജ്ഞാസയുടെ ആദിമ മൂലങ്ങൾ. ജഗത്ത് ചലനാത്മകമായ ഈ പ്രപഞ്ചമാണ്. അപ്പം ഇവിടെ ബ്രഹ്മം ഞാൻ തന്നെ എന്ന് പ്രഖ്യാപിച്ച ഉടനെ ജഗച്ച, ജഗത്തും എന്ന് പറയുന്നു. അതെങ്ങനെ മനസ്സിലാക്കണം? ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് അടുത്ത പ്രാവശ്യം വിചാരം ചെയ്യാം. തുടർന്ന് സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. ദേവന്മാർ ഭഗവാൻ വസുദേവരെയും ദേവകിയെയും കാരാഗൃഹത്തിൽ വന്ന് ഭഗവാന്റെ ഭഗവാന്റെ പൂർണ്ണാവതാരം ദേവകിയുടെ ഉദരത്തിലുള്ളത് കൊണ്ട് തന്നെ അവിടെ വന്ന് സ്തുതിക്കുകയാണ്. എന്തിനാണ്? അവർക്കതിൽ പുണ്യം നേടാനായിട്ട്. ഏതൊരു കർമ്മവും സൽക്കർമ്മം ചെയ്താൽ പുണ്യം കിട്ടുമെന്നുള്ള കാര്യം മറക്കരുത്. ഓരോ വാക്കിനുമുണ്ട് പുണ്യം. മറ്റൊരാളിൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർത്താൻ കഴിയുന്നത് ഒരു പുണ്യമാണ്. മറ്റൊരാളിൻ്റെ മുഖത്ത് കണ്ണുനീര് വരുത്താൻ കഴിയുന്ന ഒരു ദുഷ്കൃതമാണ്, സുഹൃതമല്ലത്. അപ്പം നമ്മളെപ്പോഴും ചെയ്യുന്ന കർമ്മത്തിൽ പുണ്യശാലികളാകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ, മറ്റുള്ളവരുടെ മുഖത്ത് പ്രകാശം ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയണം, സന്തോഷം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മൾ അടുത്തിടപഴകുന്നവരെ പലരെയും നമ്മൾ വേദനിപ്പിക്കാറുണ്ട്. ആ വേദനയുടെ തലത്തെ, അഗാധ തലത്തെ നമ്മൾ വിലയിരുത്താറും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നു, ഒരു വൃക്ഷത്തോടു കൂടി ഇവിടെ ഉപമിക്കുകയാണ് ഭഗവാനെ. ഏകയാനസോ ദ്വിഫലസ്ത്രിമൂല ചൂരരസപഞ്ചവിദക്ഷടാത്മ സപ്തത്വഗഷ്ടവിടവോ നവാക്ഷോ ദശച്ചതി ദിഖഗോ ഹ്യാദിവൃക്ഷ. പറയാണ് അസോ, ഈ ആദിവൃക്ഷ, ആദ്യത്തെ വൃക്ഷം, ഏകയാന, ഒരാശ്രയത്തോടും, ദീഫല, രണ്ട് ഫലങ്ങളോടും, ത്രിമൂലഹ, മൂന്ന് വേരുകളോടും, ചരുരസഹ, 4 രസങ്ങളോടും, പഞ്ചവിധ, 5 പ്രകാരത്തിൽ ഇരിക്കുന്നതും, ഷഡാത്മ, 6 സ്വഭാവത്തിൽ ഇരിക്കുന്നതും, സപ്തത്വക്ക്, 7 തോലുകളോടുകൂടിയും, അഷ്ടവിടഭ, 8 കൊമ്പുകളോടുകൂടിയതും, നവാക്ഷക, 9 ദ്വാരങ്ങളോടുകൂടിയതും, ദശച്ചതി, 10 ഇലകളോടുകൂടിയതും, ദീഘക, 2 പക്ഷികളോടുകൂടിയതും ആകുന്നു. ഇത് നിശ്ചയമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ പ്രപഞ്ചത്തെ ഒരു വൃക്ഷമായിട്ട് ഉപമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ വൃക്ഷത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നു. ഏകമായിരിക്കുന്ന ഒരു വൃക്ഷം, ആ വൃക്ഷത്തിൽ 2 ഫലങ്ങളുണ്ടെന്ന് പറയുന്നു. ആദ്യത്തെ 2 ഫലം, ദ്വിഫലം. ആ 2 ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയാണ്, ദ്വിഫലങ്ങളോട് കൂടിയതാണ് ഈ വൃക്ഷം. അത് ഒന്ന് സുഖവും മറ്റൊന്ന് ദുഃഖവും. ഈ സുഖദുഃഖങ്ങളോട് കൂടിയ ഫലങ്ങളാണ് ഈ വൃക്ഷത്തിലുള്ളതെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുക. അപ്പോൾ 2 ഫലങ്ങളുള്ള ഒരു വൃക്ഷത്തെ നിങ്ങൾ സങ്കല്പിക്കുക. ആ 2 ഫലങ്ങൾ, ഒന്ന് സുഖവും ദുഃഖവും. ജീവിതമാകുന്ന വൃക്ഷത്തിൽ എപ്പോഴും 2 ഫലങ്ങളുണ്ട്, ഒന്ന് സുഖം, മറ്റൊന്ന് ദുഃഖം. ഇനി അടുത്തത്,
ഈ വൃക്ഷത്തിൻ്റെ വേരുകളുണ്ട്. വൃക്ഷമൂലമെന്ന് പറഞ്ഞു നേരത്തെ. ഈ വേരുകളെന്ന് പറയുന്നത് 3 വേരുകളായിട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ്. 3 വേരുകൾ ഇതിനുണ്ടെന്ന് പറഞ്ഞു. ഈ വൃക്ഷത്തിന് 2 ഫലങ്ങളുണ്ടെന്ന് പറഞ്ഞ്, അത് സുഖദുഃഖങ്ങളാണെങ്കിൽ 3 വേരുകളുണ്ടെന്ന് പറയുന്നു ഈ വൃക്ഷത്തിന്. ആ 3 വേരുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയാണ് സത്വം, രജസ്, ധർമ്മം, അർത്ഥം, കാമം തുടങ്ങിയിരിക്കുന്ന 3 വേരുകൾ. ഇത് സത്വം, രജസ്, തമസ് തുടങ്ങിയിരിക്കുന്ന 3 വേരുകളോട് കൂടിയതാണ് ഈ വൃക്ഷം എന്ന് പറയുന്നത്. സത്വം, രജസ്, തമസ് എന്ന് തുടങ്ങിയിരിക്കുന്ന വേരുകൾ ഇതിനുണ്ടെന്നാണ് പറയുന്നത്. 3 വേരുകൾ. നേരത്തെ തന്നെ വളരെ നാളുകൾക്ക് മുമ്പിൽ വന്ന ക്ലാസ്സിലെ സത്വം, രജസ്, തമസ് 3 ഗുണങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ അത് ലഭ്യമാണ്. എന്താണ് സത്വഗുണം, എന്താണ് രജോ ഗുണം, എന്താണ് തമോ ഗുണം. തത്ര സത്വം നിർമ്മലത്വ രജോ രാഗാത്മകം വിദ്ധി എന്നൊക്കെ തമസ്തസ്തു അജ്ഞാനജം വിദ്ധി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന ഈ വൃക്ഷത്തിന് 3 വേരുകളുണ്ടെന്ന്. ജീവിതത്തിന് ഈ ശരീരം എടുത്തു കഴിഞ്ഞാൽ 3 ഗുണങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഈ ശരീരം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? സത്വം, രജസ്, തമസ് എന്നുള്ളത്. ഇനി അടുത്തത് ഗുണങ്ങളുണ്ട്. ഇനി ഈ വൃക്ഷം, ഈ വേരുകളിലാണ് ഈ വൃക്ഷം നിൽക്കുന്നത്. സത്വം, രജസ്, തമസ് എന്നാണെങ്കിൽ അടുത്ത പറയാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നും 4 വിധ പുരുഷാർത്ഥങ്ങൾ ഈ വൃക്ഷത്തിനുണ്ട്. എന്താണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. 4 വിധ പുരുഷാർത്ഥങ്ങൾ. ഈ 4 വിധ പുരുഷാർത്ഥങ്ങളാണ് ഈ വൃക്ഷത്തിൻ്റെ രസം എന്ന് പറയുന്നത്. ധർമാർത്ഥ, കാമ, മോക്ഷങ്ങൾ. ധർമ്മത്തിൽ നിന്നേ എന്ത് സമ്പാദിക്കാവൂ? അർത്ഥം സമ്പാദിക്കാവൂ, ധനം സമ്പാദിക്കാവൂ. അതിൽ നിന്നേ ആഗ്രഹങ്ങളുണ്ടാകും, അതിൽ നിന്ന് പിന്നെ മോക്ഷം ഉണ്ടാകും. ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ധർമ്മത്തിൽ നിന്നല്ല ധനമുണ്ടാക്കുന്നത്, ആ ധർമ്മത്തിൽ നിന്നുണ്ടായ ധനത്തിൽ നിന്നല്ല അർത്ഥമുണ്ടാക്കുന്നത്, അതിൽ നിന്നല്ല മോക്ഷം നമുക്ക് ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ നേരെ വിപരീതമാണ്. അർത്ഥവും കാമവും കഴിഞ്ഞിട്ടാണ് പിന്നെ സമ്പാദിച്ച ധനത്തിൽ നിന്ന് ധർമ്മം ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളാകുന്ന 4 രസങ്ങൾ ഈ വൃക്ഷത്തിനുണ്ടെന്നാണ് പറയുന്നത്. അതായത് സുഖദുഃഖങ്ങളാകുന്ന 2 ഫലങ്ങളോടുകൂടിയ വൃക്ഷം, സത്വം, രജസ്, തമസുകളാകുന്ന 3 ഗുണങ്ങളുള്ള 3 വേരുകളുള്ള വൃക്ഷം, ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളാകുന്ന 4 രസങ്ങളോടുകൂടിയ ഈ വൃക്ഷം. പിന്നെയോ ഇവിടെ പറയാണ് 5 ഇന്ദ്രിയങ്ങൾ ഈ വൃക്ഷത്തിലുണ്ട്. ഈ വൃക്ഷത്തെ അറിയാൻ 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. 5 ഇന്ദ്രിയങ്ങൾ ഈ വൃക്ഷത്തിലുള്ളതാകുന്നു. കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്. 5 ഇന്ദ്രിയങ്ങൾ. അതുകൊണ്ട് വേണം ഈ വൃക്ഷത്തെ അറിയാനായിട്ട്. കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, നാക്കുകൊണ്ട് രസിക്കുക, മൂക്കുകൊണ്ട് മണക്കുക, സ്പർശിക്കുക, സ്പർശനേന്ദ്രിയം കൊണ്ട്. ഇങ്ങനെ കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്, ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ ഇതുകൊണ്ട് ഈ വൃക്ഷത്തെ അറിയണം, ഇതിൻ്റെ ലക്ഷണത്തെ അറിയണമെന്ന് പറയുന്നു. അടുത്തതോ ശോകം, മോഹം, ജര, മൃത്യു. പിന്നെയോ വിശപ്പ്, ദാഹം, അല്ലെങ്കിൽ അസ്ഥി ജന്മർത്തി പരിണത്യപക്ഷയ വിനാശനം എന്ന് വേണമെങ്കിലും കുറിക്കാം. ആദ്യം പറയുന്നത് ശോകം, മോഹം, ജരാ, മൃത്യു, വിശപ്പ്, ദാഹം. അല്ലെങ്കിൽ അസ്ഥി ജന്മർത്തി, ജനനം, ഇരിപ്പ്, വളർച്ച, മാറ്റം, ക്ഷയം, നാശം. ഈ 6 വിധ വികാരങ്ങളെ കൊണ്ട് വേണം ഈ വികാരങ്ങളെ പ്രാപിക്കുന്നതിനാൽ ഇത് ഈ വൃക്ഷം എന്ന് പറഞ്ഞ 6 സ്വരൂപങ്ങളോട് കൂടിയതാണ്. അസ്ഥി ജന്മർത്തി പരിണത്ത് അപക്ഷയ വികാരങ്ങളോട് കൂടിയതാണ് ഈ വൃക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്താണ്? ശോകമോഹാദി ജരാമൃത്യു നാശാദികളോട് തുടങ്ങിയിരിക്കുന്ന 6 വികാരങ്ങൾ ഈ വൃക്ഷത്തിനുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെയോ ത്വക്ക്, മാംസം, രുധിരം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്നീ 7 ധാതുക്കൾ ഈ വൃക്ഷത്തിൻ്റെ തോലുകളാകുന്നത്. ശരീരമാകുന്ന വൃക്ഷത്തോടാണ് ഇതിനെ ഉപയോഗിക്കേണ്ടത്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ് എന്നീ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിങ്ങനെ 8 കൊമ്പുകൾ ഈ വൃക്ഷത്തിനുണ്ടെന്ന് പറയുന്നു. പിന്നെയോ 2 കണ്ണുകൾ, 2 ചെവികൾ, 2 നാസാദ്വാരങ്ങൾ, വദനദ്വാരങ്ങൾ, മലദ്വാരം, മൂത്രദ്വാരം, ഇങ്ങനെ 9 ദ്വാരങ്ങൾ
ഈ പൊത്തുകളുണ്ട് ഈ വൃക്ഷത്തിനെന്ന് പറയുന്നു. പ്രാണൻ, അപാനൻ, സമാനൻ, വ്യാനൻ, ഉദാനൻ തുടങ്ങിയ നാഗൻ, കൂമൻ, ഗസലൻ, ദേവദത്തൻ, ധനഞ്ജൻ തുടങ്ങിയ 10 പ്രാണങ്ങളും ആണ് ഈ വൃക്ഷത്തിൻ്റെ ഇലകളെന്ന് പറയുന്നു. ജീവാത്മാവ്, പരമാത്മാവ് എന്ന 2 പക്ഷികളും ഈ വൃക്ഷത്തിലിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് വിശദമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. അല്പാൽപമായിട്ട് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയാം. സമയത്തിൻ്റെ പരിമിതിയിൽ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥത്തെ ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രം. ഇത്രയുമുള്ള ഒരു വൃക്ഷമാണ് നമ്മുടെ ഈ ശരീരമെന്ന് കാണുക. അതിലവസാനം പറഞ്ഞ 2 പക്ഷികളുണ്ട് ഈ വൃക്ഷത്തിൽ, ജീവാത്മാവ്, പരമാത്മാവ് എന്നുള്ള 2 പക്ഷികളിരിക്കുന്നു. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നീലകണ്ഠനായി നിർമ്മലനായി വാഴും തിരുവിഴേശ മഹാദേവ, നിന്റെ തൃക്കണ്ണിലുദിക്കുന്നൊരഗ്നിയാലവിടുന്ന് പാരിന് ശാന്തി നൽകൂ, നിത്യശാന്തി നൽകൂ. സംസാര ദുരിതം വന്നെന്നെ പുണരുമ്പോൾ ശശിധര നീ എൻ്റെ രക്ഷയാകേണം. സംസാര ദുരിതം വന്നെന്നെ പുണരുമ്പോൾ ശശിധര നീ